ഐറ്റം വേറെയുടെ വേദി ഒരു ഗംഭീര ടീമാണ് വരാൻ പോകുന്നത്. ചിരിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ. കാരണം ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കൊച്ചു പ്രദീപേട്ടൻ, ശ്രീജ ചേട്ടൻ ആൻഡ് ദീപു ചേട്ടനാണ്. ഒരു വലിയ കയ്യടി. എനിക്ക് മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു. ഞാനേ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോവാ. നോക്കിക്കോ, അതിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാ. ദേ, തൂങ്ങിച്ചാവാനുള്ള കയറ്, ഇത് വിഷം, ഈ മദ്യത്തിൽ മിക്സ് ചെയ്ത് ഞാൻ കുടിക്കും. എന്നിട്ട് ചത്തില്ലെങ്കിൽ ഞരമ്പ് ഞാൻ കട്ട് ചെയ്യും. വയലിൽ വായിക്കണ മാതിരി ഞാൻ കട്ട് ചെയ്യും. ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങൾ വെറുതെ പറഞ്ഞ പോരാ, 10 പേരെ അറിയണമല്ലോ. എനിക്ക് പണി തന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും പണി. ഞാനേ ലൈവ് പോവാൻ പോവാ. ഹായ് ഗൈസ്, ഞാൻ ടിജോ മണിമല. നോക്കിക്കോ, ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യും. മരിക്കാൻ പോവാ. അമ്പടാ കമന്റ് ഉണ്ട്. ചാവട കൊള്ളാം, പക്ഷെ ചെലവ് ചെയ്യണം. ഏതവനാണത് ഇവിടെ ചെലവ് താങ്ങാൻ പാടില്ലാട്ടാ മനുഷ്യ ചാവണത്. ഒന്ന് ചേട്ടാ ചാവരുത് ചക്കരെ. സുനിതാകുമാരി ഹായ്. എവിടെ വീടവിടാ? അയ്യോ, മൈൻഡ് മാറ്റല്ലേ. ഇവിടെ ചുമ്മാ അങ്ങോട്ട് നടക്കുമ്പോ ഒരു പൂച്ചക്കുഞ്ഞ് പോലെ നമ്മളെ മൈൻഡ് ചെയ്യണല്ല. ചാവാൻ നേരത്തെ ദേ കയറി വന്നേക്കണം. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ഞങ്ങളെ വിളിക്കൂ. ചാവാൻ നിൽക്കുമ്പോഴാണ് ഷുഗർ. എല്ലാത്തിനും ഇന്ന് പണിയാ. നോക്കിക്കോ, ചിരിച്ചോ. എന്റെ അളിയ, എന്റെ കൂട്ടുകാരാ, ഒന്ന് വാളിയാ. നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്ന ലൈവ്? പറയടാ, പറയടാ, നീ എന്തിനാ ആത്മഹത്യ എന്ന് പറയടാ. നിനക്ക് എന്നടാ നിനക്ക്? എടാ, തൂങ്ങിച്ചാവാൻ പോയവനെ നീ കുലുക്കി കൊല്ലുവാടാ. നീ ആത്മഹത്യ എന്തിനാ ലൈവിലൊന്ന് പറഞ്ഞത്? ആത്മഹത്യ ലൈവിൽ വന്ന് പറഞ്ഞത്? ചത്ത് കഴിഞ്ഞ പിന്നെ ലൈവിൽ വരാൻ പറ്റുമോ? ഇവരെവിടെ കിടന്ന ഭ്രാന്തളാവ്. നീ ഇപ്പൊ ആത്മഹത്യ എന്ന് പറഞ്ഞ കാര്യം പറ. അളിയോ, എനിക്കിനി ജീവിക്കട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു, വീട്ടുകാരുടെ മുമ്പിൽ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഞാൻ നാണം കെട്ടു. ഞാനിനി എങ്ങനെ ജീവിക്കും? എന്നെ എല്ലാവരും പറ്റിക്കോളിയാ. നീ കരഞ്ഞോണ്ടിരിക്കുന്നത് കാര്യം പറയടാ. അളിയാ, എന്റെ ഒരു ആവശ്യത്തിന് ഞാനൊരു ലോൺ ആപ്പ് ചെയ്തൊരു ലോൺ എടുത്തതാ. അവര് പറഞ്ഞ പൈസയും കൊടുത്തു, പലിശയും കൊടുത്തു. എന്നിട്ട് അവർക്ക് ഇനിയും പൈസ വേണമെന്ന്. ഞാൻ പറഞ്ഞ എന്റെ പട്ടിയായിരുന്നു. വൈകുന്നേരമായി കഴിഞ്ഞപ്പോ എന്റെ നഗ്നചിത്രം വന്നേ. അവര് മോർഫ് ചെയ്ത് അയച്ചേക്ക. നോക്കളിയാ. നോക്ക്, സഹിക്കോ. കുട്ടിക്കാലത്തോട് നമ്മൾ കളിച്ചു വളർന്നല്ലടാ. ഇത് നീ അല്ല, അതിനെക്കാട്ടിയും കൊള്ള ഇത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അളിയാ, ഈ ലോൺ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരാപ്പും എനിക്ക് ലോൺ തരില്ല അളിയാ. അതെന്താ? എന്റെ സിബിൽ സ്കോർ താഴ്ന്നു കിടക്കും. അത്ര താന്നിട്ടൊന്നുമില്ല. അത്രയുണ്ട് കാര്യം. 735 കിടപ്പുണ്ട് സിബിൽ സ്കോർ. നമുക്കത് കിട്ടും, ലോണൊക്കെ കിട്ടും. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യും. എന്തിന്? ഉറപ്പാ. എന്റെ പൊന്നളിയാ, ഞാൻ ചോദിച്ചോട്ടെ, നീ എന്തിനീ ആവശ്യമില്ല സമയത്ത് ലോൺ എടുക്കാൻ പോയതാ? എന്റെ ഒരു കാമുകിക്ക് ഒരാവശ്യം വന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ എടുത്തു കൊടുത്ത ആളിയാ. എന്നാ നീ അവളെ വിളിച്ചിട്ട് അത് കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാ പോരെ? അവളിനെ എവിടെ നിന്ന് കിട്ടാൻ? അവക്ക് വേറൊരുത്തിന്റെ കൂടെ പോയി സെറ്റാവാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ പൈസ മേടിച്ചുകൊണ്ട് അവൾ എന്നെ തേച്ചളിയാ. എനിക്ക് മരിക്കണം. എടാ, നീ ഇങ്ങനെ ചുമ്മാ കിടന്ന് കരയില്ലേ? ഈ മരണം എന്ന് പറഞ്ഞാൽ ഒന്നിനൊരു പരിഹാരമില്ല. ആണ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പഠിക്കും. ഫൈറ്റ് ചെയ്ത് നിൽക്കില്ല. എനിക്ക് ഇതിനൊരു സോഴ്സ് വേണം. ശരി, നിനക്കൊരു സൊല്യൂഷൻ വേണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനാകുമ്പോ അത്യാവശ്യം രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും. ഞാൻ അവനെ വിളിച്ച് പറയാം. എന്നാലും നീ ഇന്ന് ഞാൻ ഹലോ അളിയാ. എടാ, എവിടെടാ? ഞാൻ ഡൽഹി പോവാൻ നിൽക്കാണ്. എടാ, പൊക്കളയിലെ അളിയാ, ഈ ടിജോയുടെ വീട് വരുമോ? നീ ടിജോയുടെ വീട് വരെ വരുമോ? എനിക്ക് സമയമില്ല, എനിക്ക് ഡൽഹി പോകണം, പെട്ടെന്ന് പോകണം. അവിടെ വണ്ടിക്കൂലി പോകണം. എടാ അളിയാ, ഡൽഹിയിൽ പിന്നെ പോ. അളിയ, ഇവിടെ ചെറിയ വിഷയം, നീ ഒന്ന് വന്നിട്ട് പോ. ഞാൻ വരാം, പെട്ടെന്ന് വരാം. പക്ഷെ പെട്ടെന്ന് തിരിച്ചു പോവേ. ഞാൻ വരണം. ഡൽഹി പോയ നിന്നവനാ. നമ്മളെ കാര്യം പറഞ്ഞു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് അവർ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. ശരിയാവോളിയാ? വരുവോളിയാ? അതെ, വരുന്നു. ആരാത്?
അതൊക്കെ നേരത്തെ ചോദിക്കണ്ടേ? ഞാനൊരു പാവം ദേവരാജ പ്രതാപവർമ്മ, ഇവരുടെയൊക്കെ ദേവജി അങ്ങ് തെക്കൻ തിരുവിതാംകൂറുമായി മോശമല്ലാത്തൊരു ബന്ധമുണ്ട്. തായ് വഴി അമ്മ വടക്ക, അച്ഛൻ തെക്കും. അങ്ങനെ തെക്കും വടക്കും ചേർന്നപ്പോ ഞാൻ അല്പം വടക്കാപ്പോയി. വക്കീലൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ, അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. വധശിക്ഷ അർഹിക്കുന്ന അരുൺകുമാർ എന്ന പക്ക ക്രിമിനലിനെ ഈ കോടതി നിന്ന് പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുപോയെന്ന് കേട്ടപ്പോ എന്റെ ഈ നെഞ്ചാ പിടഞ്ഞത്. പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കിയില്ല. എന്റെ മനസാക്ഷിയുടെ കോടതിയിലും ഞാൻ അവന് വിധി എഴുതി. SP ആന്റണി പുന്നക്കാടൻ ഈ കോടതിയിൽ പറഞ്ഞ സത്യമാണ്, മുഴുവൻ സത്യമാണ്. ഞാനാക്കുന്നത് ഈ കൈകൾ കൊണ്ട്. അരുണിനെ വിസ്തരിച്ച അതേ കോടതി തന്നെ എന്നെ കുറ്റമുക്തനാക്കി. എന്റെ കൂട്ടുകാരൻ. എടാ നിന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഇവ കഞ്ചാവാന്ന് എന്നോട് പറഞ്ഞതാ. തലയ്ക്ക് വെളിവില്ലടാ, തലയ്ക്ക് വെളിവില്ല. നീ എന്തിനാ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പോകുന്നത്? ചുമ്മാ വെള്ളയിൽ ഇട്ട് വന്നേല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ട, അതുകൊണ്ട് ഭയങ്കര വിഷയം. എന്താ ആപ്പ് കൈസേഹോ? നീ ഒരു ഹിന്ദി ഇങ്ങോട്ടു, ഞാൻ ഹിന്ദി തിരിച്ചിട്ടു. അതല്ലല്ലോ പിന്നെ മറ്റേ മൊബൈൽ ആപ്പില്ലേ, അതിൽ നിന്ന് പൈസ എടുത്ത് പെട്ട് നിൽക്കുകയാണ്. അതിനാണ് ഞാൻ വിളിച്ച ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാ. പണി കിട്ടിയാ? എന്തിനാ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണത്? പണി കിട്ടിയല്ലേ? പണി കിട്ടി. ഫോട്ടോ കിട്ടുന്ന ഫോട്ടോ ഇട്ട് തന്നോ? നോക്കളിയാ ഇത് നോക്ക്, സഹിക്കോ? നല്ല എമൗണ്ട് എടുത്തല്ലേ? എങ്ങനെ മനസ്സിലായി? പടം കണ്ടോ മനസ്സിലായി? ഇവന്മാരെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തോ ഹിന്ദിയിൽ? എടാ ഇത് വലിയ വിഷയമൊന്നുള്ള കാര്യമില്ല. എന്നെ ഇതുപോലെ ഒരു പണിയാൻ നോക്കിയതാ. അത് ഭയങ്കര സംഭവമൊന്നുമില്ല. എന്റെ ഫോട്ടോ ഇതുപോലെ മോർഫ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഒറിജിനൽ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവര് ഞാൻ അയച്ച ഫോട്ടോ തിരിച്ചു അയച്ചു തന്നു. എന്നിട്ട് അവരെന്തൊരു ക്യാപ്ഷൻ ഇട്ടേക്കുന്നു, ഈ ഫോട്ടോയിൽ 5 വ്യത്യാസങ്ങളുണ്ട്, കണ്ടുപിടിച്ച് തരാൻ. പരിഹാരം വേണോ? പരിഹാരമുണ്ട്. അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തിരിച്ചു വിളിച്ച് പറയാത്. എനിക്കറിയില്ലെന്ന്. എനിക്കറിയാലോ ഹിന്ദി. വിളിയവരാ तुम कैसा हो? फोन नहीं है पढ़ तो बच्चों के लिए എന്നുവെച്ചാ ഡോ കഴിക്കാൻ പോരെ. വിളിച്ച് സംസാരിക്കാന്നുള്ളേ ഉള്ളൂ. ഹലോ हेलो तू किधर है? പേടിക്കൊന്നുമില്ല. ബോംബെയിലുള്ള ആൾക്കാരല്ല, പിന്നെ കടക്കൽ ചിതറയിലുള്ളതാ. അതാണ്ട് ചിതറയെന്ന് പറഞ്ഞു. നീ എവിടെയാണെന്നാണ് അവന്റെ ഫോണിൽ അവൻ എവിടെയെന്ന് ചോദിച്ചാൽ ഭീഷണിപ്പെടുത്തേനെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചല്ലേ, എനിക്കത് മനസ്സിലായത്. നിങ്ങൾ മിണ്ടായിരിക്കും അവിടെ ചുമ്മാ കിടന്ന് തലയ്ക്കാതെ. बोलो മിണ്ടായിരിക്കണ്ട. കൊല്ലത്താരാര आपको दोस्त का मध्य प्रदेश पूरा लोग देखा है. പൊളിഞ്ഞ്. ആപ്കോ ദോസ്ത് നമ്മളെ കൂട്ടുകാരന്റെ മധ്യപ്രദേശം ലോകം മുഴുവൻ കണ്ടു. പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ കേട്ടിട്ട് ആദ്യം ബാക്കി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് सुनो അതാണ് ഇപ്പൊ വിഷയം. ഇവിടത്തെ മെയിൻ ബാക്കി പറ. आप मल्लू है? പൊളിഞ്ഞടാ, പൊളിഞ്ഞു. നിന്റെ മോർഫ് ചെയ്ത ഫോട്ടോ അല്ലേ, അത് മല്ലു സൈറ്റ് വന്നു കഴിഞ്ഞു. ചാവടാ. ഓ ആവശ്യമില്ലാത്ത എന്തിനാ നീ വരുത്തി വെച്ചത്? നീ സമാധാനപ്പെടുത്താമേ എന്റെ പൊന്നടി. നമ്മൾ ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊരു ആവശ്യം വരുമ്പോൾ അവന്റെ കൂടെ നിൽക്കണം. നമ്മളിത് എങ്ങനെയെങ്കിലും അവൻ അനുനയിപ്പിച്ച് ആത്മഹത്യ പിന്തിരിപ്പിക്കണം. ഇല്ല നമുക്ക് ചെയ്താൽ നമുക്കല്ലേ എന്റെ ദോഷം. ഞാൻ അതല്ലേ പറഞ്ഞത്, ചുമ്മാ ആവശ്യമില്ലാത്ത കേസുകളിൽ നീ ഐഡിയ പറ. ആരെയും വിചാരിച്ച് നടക്കും. എന്തെങ്കിലും ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ആ ചെറിയ സാധനം കിട്ടും. ആനൊന്നും മദ്യം രാത്രി ഇത് മദ്യം തന്നെയാടേ. ഓ വിഷമെല്ലാം കലക്കി വെച്ചിട്ടുണ്ടോ? അനുനയിപ്പിച്ചെടുക്കണം. ഒരു പെഗ് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തണം. ഞാനത് കാര്യങ്ങൾ പറഞ്ഞ് സഹോദര, എല്ലാവർക്കും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരും. മനസ്സിലായില്ലേ? ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നാളെ എനിക്ക്, മറ്റന്നാൾ നിനക്ക് തന്നെ, പിന്നെ എല്ലാം കൂടെ എനിക്കാ. ഒരു തരാം, സമാധാനപ്പെടും. ഒരു പെഗ് എടുത്തും ഒഴിച്ചു കഴിഞ്ഞാൽ വേണ്ട. ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല. നമ്മൾ വിചാരിച്ച നമുക്ക് പ്രശ്നങ്ങൾക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷയം അങ്ങ് മാറി കിട്ടും. പാവം ചെറുക്കനാണ്, ഒന്നും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പം ഏറെക്കുറെ മാറിയിട്ടില്ലല്ലോ. ഒരു മനസ്സിനൊരു ടെൻഷൻ, ഒരു ടെൻഡൻസി അങ്ങ് മാറിയില്ലേ? അത് മതി. നീ വന്നപ്പോഴേ സമാധാനമായത്. സത്യം പറഞ്ഞ നീ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇപ്പൊ? രാഷ്ട്രീയത്തിൽ അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല. ഉള്ളതൊക്കെ കീട്ട് വാരി അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഞാനൊരു സൊല്യൂഷൻ അങ്ങോട്ട് ചോദിച്ചു.
ഇവൻ എന്തായാലും ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. നീ കൈയിട്ട് വരി, നീ എന്തെങ്കിലും ഇവനൊന്ന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവൻ അതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോയത്. ഞാൻ 5 വർഷമായിട്ട് ഞാൻ കൈയിട്ട് വരിയിട്ട് എനിക്ക് കിട്ടണില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് തരണത്? ഒരു കാര്യം ചെയ്യാം, പഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു വീട് കാണും, ആ വീട് ഞാൻ അളിയനെ എഴുതി തരാം. അയ്യപ്പ അവര് കടത്തന്നെ കിടന്നോളൂ, നോ പ്രോബ്ലം. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് അവര് കടത്തന്നെ കിടക്കും, നാളെ അളിയൻ കടത്തന്നെ കിടക്കും, മറ്റന്നാളും അളിയൻ തന്നെ കിടക്കും, ഞാൻ തന്നെ കിടക്കണം. പിന്നെ ഞാൻ കിടക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് ആർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. പറ്റി ഇടയ്ക്ക് മിണ്ടല്ലേ. ഹലോ ഹലോ, മോളെ എവിടെ എത്തി? മോളെ ഞാനിപ്പോ പിന്നെ മെട്രോ സ്റ്റേഷനിലോട്ട് കേറുന്നു മോളെ. മെട്രോ സ്റ്റേഷനിലോ? അതെ 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 അതെ. ഓ ശരി ശരി മോളെ, ശരി ശരി. ഓക്കെ. വുഡി നുണ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോകും, അതുകൊണ്ട്. എന്താ അവന്റെ കാമുകി വിളിച്ച് എന്റെ കാമുകി തേച്ച് എനിക്ക് ആത്മഹത്യ ചെയ്യണോ? എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കണക്കിന് നീ ഭാഗ്യവാനല്ലേ? എങ്ങനെ? നിനക്ക് ചെലവില്ലല്ലോ. എവന് ചെലവുണ്ട്. എടാ നിന്റെ കാമുകി അവളെ വീട്ടുകാരുമായിട്ട് റോഡിൽ പോകണമെങ്കിൽ തട്ടിടന്നില്ല ആഹാരം കഴിക്കുള്ളൂ. പക്ഷെ നിന്റെ വരുമ്പോഴാ 5 സ്റ്റാർ ഇന്നല്ലേ അവള് കഴിക്കും. അവളെ വീട്ടുകാർ കമ്പ്യൂട്ടറായി വെച്ചു കൊടുത്താൽ അവൾക്ക് അത് മതി. നിന്റെ വരുമ്പോഴാ 250 രൂപ കുറയാത്ത ഡയറി മിൽക്ക് അവൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാ. അപ്പൊ നിനക്ക് ചെലവ് കുറവില്ലേ? അത് ലാഭം ഒന്നും കാര്യത്തിൽ സമാധാനിക്കും. ഒന്നും അടി, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. അതൊന്നും വിഷയമുള്ള കേസല്ല, നീ വിഷമിക്കണ്ട. മോളെ എവിടെ എത്തി? ഞാനിപ്പോ മെട്രോയിലാണ്. മെട്രോയിലോ? ഓ പത്തടിപ്പാലം. ഓ ശരി ശരി. പത്തടിപ്പാലെത്തി, പത്തടിപ്പാലം. ശരി, ശരി. വിളിക്കാം മോളെ, വിളിക്കാം. ഇടയ്ക്ക് വീട്ടുകാരൊക്കെ അളിയനെ തിരക്കാറുണ്ട്. ചോദിക്കാൻ മറന്നു. നിന്റെ ചേട്ടാ ഇപ്പൊ എന്തൊരു പരിപാടി? ചേട്ടൻ അറിയാലോ, പഴയ മോഷണവും കാര്യങ്ങളൊക്കെ ഇപ്പൊ അകത്താണ്. ഒരു വണ്ടി മോട്ടിച്ചെന്ന്. വണ്ടി മോട്ടിച്ചെന്ന് പറഞ്ഞാൽ ഉത്സവത്തിന്റെ കെട്ടുകാഴ്ച വണ്ടിയില്ലേ, അത് മോട്ടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചു 10 മിനിറ്റിനകത്ത്. പോലീസ് അന്വേഷിച്ച് വന്നപ്പം റബ്ബർ വളയിൽ നിന്ന് കത്താണ് വീരഭദ്ര എന്ന് പറഞ്ഞു. മറ്റേ വലിയ ഫ്ലോട്ടിന്റെ വണ്ടിയിൽ അടിച്ചോണ്ട് പോയത്. അത് ഓഫ് ചെയ്യാൻ മറന്നു. മറ്റേ സാധനം വണ്ടി മാത്രമേ അടിച്ചോണ്ട് പോയുള്ളൂ. എവള് പിന്നും കിടന്ന് വിളിച്ചോണ്ടിരിക്കണം എന്തിന്? ഹലോ ഹലോ, എവിടെ എത്തി? പുളിഞ്ചോട്. ഓ ശരി ശരി. പുളിഞ്ചോടെത്തി മോളെ, പുളിഞ്ചോട്. ആ ശരി ശരി ശരി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, വേറൊന്നും കൊണ്ട് പറയല്ല. ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അല്ലളിയാ. ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. എടുക്ക, ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട. ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിനക്ക്, മറ്റന്നാൾ നിനക്ക് തന്നെ. എല്ലാം കൂടെ എനിക്കാ. അത് കൊള്ളാം. എന്നെ തേച്ചിട്ട് പോയൊരു പെണ്ണിന് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാനാ? പിന്നെ എന്റെ അച്ഛനമ്മയ്ക്ക് പിന്നെ വേറെ ആരുണ്ട്? ഞാൻ ആത്മഹത്യ ചെയ്യല്ല. ഒരു കുഴപ്പമില്ല മക്കളെ. വീണ്ടും വിളിക്കുന്നു. ഹലോ, എവിടെ എത്തി? മോളെ ഞാൻ മെട്രോന്ന് ഇറങ്ങി വീട്ടിലോട്ട് നടക്കുന്നു. ആണോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാതി രാത്രി 2:30 മണിക്ക് എവിടെയാണോ മെട്രോ? നമ്മുടെ പ്രേമം തുടങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ കള്ളം പറയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഇന്നാണ് ഞാൻ ബ്രേക്കപ്പ് ആവുക. എന്നാളിയാ? എന്റെ കാമുകയില്ലേ ബ്രേക്കപ്പായോ? അത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഉള്ള. ഇന്ന് അളിയന്റെ പ്രേമം പൊളിഞ്ഞ നാളെ എന്റെ പൊളിയും, നാളെ അളിയന്റെ പൊളിയും. എന്റെ പിന്നെ എന്റെ പൊളിയണോ? പോടാ. ശ്രീജു ചേട്ടാ, പ്രതിഭേട്ട, ദീപു ചേട്ടാ, ഇരുന്ന് ചിരിച്ച് എനിക്ക് എന്താ ഇത്രയും ഭാഗം വേദന എടുക്കുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. പ്രചോദ ചേട്ടാ. ദീപു, പ്രദീപ, ശ്രീജു ചിരിപ്പിച്ചു കളഞ്ഞോ, അടിപൊളി. കാരണം ചില സമയത്ത് നമ്മൾ പിട്ടി പോകുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ഒരു സബ്ജക്റ്റ് എടുത്ത് 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ, നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. അല്ല ഈ സാധനം ഇത്രയും ഏക്കത്തില്ല, കാരണം ഇതിനകത്ത് 3 പേരുടെ പെർഫോമൻസ് എടുത്ത് പറയുകയാണ്. ആദ്യം തന്നെ പ്രദീപ് വന്നിട്ട് സൂയിസൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് ആ മെസ്സേജ് തൊട്ട് നമുക്ക് ചിരി തുടങ്ങിയ കാര്യം ശരിയാ. ഈ ലൈവ് പോകുമ്പോൾ തന്നെ അതിനകത്ത് അടി വരുത്തിരിക്കുന്നത് മരിക്കാൻ പോകുമ്പോൾ ചിലവ് ചെയ്യാനുള്ളത് കാര്യം അതൊന്ന്. പിന്നെ രണ്ടാമത് നിനക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഏത് മെസ്സേജ് ഇട്ടാലും അടിയിൽ വരും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, കാര്യം യാതൊരു ബന്ധമില്ലാത്ത സാധനങ്ങളാണ്. ശ്രീജു ഓടി വന്ന് ഈ പിടിച്ചെടുത്തിട്ടേ തൂക്കിക്കൊല്ലുന്നതിന് പകരം നീ എന്നെ കുലുക്കി കൊല്ലുമല്ലോ, അതൊക്കെ ഉഗ്രം കൗണ്ടറായിരുന്നു കേട്ടോ, ഉഗ്രം പ്ലേ ആയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ റിയൽ ദീപുവിൻ എൻട്രി എന്ന് പറയുന്നത്. ദീപു അസാധ്യമായിട്ട് പ്ലേ ചെയ്തു. ദീപുവിനൊരു കൈയടി തരേണ്ടത്. ഫസ്റ്റ് എൻട്രിയിൽ നമുക്ക് അവിടെ വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം വെള്ളമായിട്ട് വന്നിരിക്കുക. ഇയാൾക്ക് അവിടെ വേറെ പരിഹാരങ്ങളും നോക്കട്ടെ. ഇയാൾ വന്നപ്പോഴേ ആ ഡയലോഗ് തുടങ്ങിയതാണ് കൈയടി. അത് നല്ല രസമായിട്ട് അത്രയും ഡയലോഗ് പറഞ്ഞു തീർത്തു.
ഞാൻ ചിരിച്ചു പോയത് മധ്യപ്രദേശ്, നിന്റെ മധ്യപ്രദേശ് മൊത്തം കുളമായെന്ന് അവർ പറയുന്നത്. പിന്നീട് ഈ ശ്രീജുവും ദീപുടെ ഈ മെട്രോയുടെ കാര്യം പറയുന്നത് ഇപ്പോൾ എവിടെ എത്തി, അത് സ്റ്റോറി പോലെ പറഞ്ഞു പോയെന്നുള്ളത്. നമുക്കൊരു പക്കാ സ്കിറ്റ് അല്ലാതെ ഒരാളുടെ ലൈഫിലേക്ക് വരുന്നൊരു സാധനം കൊണ്ടിട്ട് നല്ല രസമായിട്ട് അത് കളിച്ചു തീർത്തു എന്നുള്ളത്. വളരെ ഭംഗിയായിട്ട് കളിച്ചു, ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചു, അടിപൊളിയായിരുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഷാൽ ചേട്ടാ. പ്രദീപ് ടേക്ക് ഓഫ് ഭയങ്കരമാണ്, തുടക്കം അസലായിട്ട് ചെയ്തു. അതിനകത്ത് തന്നെ ആക്ച്വലി ആ സ്കിറ്റ് അങ്ങ് കയറി കിടപ്പുണ്ട്. പിന്നെ ഈ 3 പേരുടെ ഒരു കോമ്പിനേഷനെ നമുക്ക് എവിടെയും ഗ്യാപ്പിൽ നല്ല റിഹേഴ്സലും കാര്യങ്ങളൊക്കെ പക്ക ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ചെറിയ സ്ലോ വരുമ്പോഴേക്കും പ്രദീപ് വീണ്ടും പുള്ളിയുടെ ഹൈപ്പ് മാക്സിമം കൊടുക്കുന്നുണ്ട്. അവസാനം വരെയും ചിരിക്കാനുള്ള ഇത് ഇട്ടുകൊണ്ടേയിരുന്നു ഓരോ സെക്കൻഡും. പിന്നെ നല്ലൊരു വിഷയമാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ ആ മ്യൂസിക് ടിങ് ടിങ് പുളിഞ്ചോട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ രസമാണ്. അപ്പോൾ എന്തായാലും അടിപൊളി സ്കിറ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ, അടിപൊളി. താങ്ക് യു ഷാൽ ചേട്ടാ. ഇക്ക നല്ല രസമുണ്ടായിരുന്നു. നല്ല ആ മെട്രോ ട്രെയിൻ പോകുന്ന പോലെ നല്ല ഫാസ്റ്റായിരുന്നു. നല്ല ടെമ്പോയിൽ നിങ്ങൾ 3 പേരും കളിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇന്ന് നിന്നെയാണ്, ദീപുവിന്. ഭയങ്കര രസമായിട്ട് നീ ആ വന്ന സാധനം. കാര്യം ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ അത്രയും ഡയലോഗ് പറഞ്ഞ് ഓൾറെഡി ഓഡിയൻസിനെ അങ്ങോട്ട് എടുത്തു. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ, മറ്റന്നാൾ നീ തന്നെ, പിന്നെ ഞാനാണ്. ആ സാധനമൊക്കെ കലക്കി അടിച്ചു വീഴും. ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ 3 പേരും മനോഹരമായിട്ട് ചെയ്തു. നല്ല ത്രില്ലിംഗ് ആയിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നോട് ചോദിച്ചേ ഏട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഞാൻ ഒന്ന് എടുത്തു നോക്കാം അപ്പം അറിയാം. കാര്യം നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഒരുപാട് കഥകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഇത് ആരാണ് വിളിക്കണമെന്നോ ആരാണെന്നൊന്നും ഒന്നും അറിയാലല്ലേ. എന്തായാലും കലക്കി അടിപൊളി. അടിപൊളി. ആ കൂടെ ഒറ്റ കാര്യം കൂടെ പറയണം കൂടെ, അത് പറയാൻ പോയ മോശമാണ്. ക്ലൈമാക്സ് കുറച്ചുകൂടി ഒന്ന് ഗ്രിപ്പാക്കാം. അത് പ്രതിയുടെ ഡയലോഗ് ക്ലൈമാക്സ് നമ്മൾ പെട്ടെന്നേ അല്ല, അത് പ്രതിയുടെ ഡയലോഗ് മാറിപ്പോയത് അല്ലേ. ടൺ സ്ലിപ്പ് പോലത്തെ ഒരു സാധനം ഇതാണ്, കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് ചിരിപ്പിച്ചല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ കാര്യക്കാരുടെ കമന്റ്സ് ഒക്കെ കേട്ടിട്ട് ഇന്ന് ഇവർക്ക് കിട്ടുന്ന പ്രൈസ് മണി എത്രയാണെന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ പോവാം പ്രചോദേട്ടനിലേക്ക്. ഓക്കെ, ഞാൻ ഒരു 18,000 രൂപ കൊടുക്കാം. ഓക്കെ, 18,000 രൂപ. ഷാവു ചേട്ടാ ഒരു 20,000. അപ്പൊ 18 + 20 38,000 രൂപയായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ എക്സ്പെക്ടേഷൻസ് ഇങ്ങനെ വെക്കാണിക്ക. ബാക്കി ഫില്ല് ചെയ്യുന്നു. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. ആ ഒരു ചെറിയ ടങ് സ്ലിപ്പിനായിരിക്കും ചിലപ്പോൾ ഒരു പഞ്ച് നമുക്ക് നഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, ഇഷ്ടം പോലെ പഞ്ചസ് നേടിയിട്ടുള്ള ടീമാണ്. അപ്പം കൂടുതൽ പഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം. നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിലൂടെ വന്ന് ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ പഞ്ചടിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇനി ഇങ്ങോട്ടേക്ക് സ്കിറ്റ് അവതരിപ്പിക്കാനായി വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം രാജേന്ദ്രൻ, അമീന ആൻഡ് അജയ്. വേറെ സാറേ, ഇതാണ് പാവർക്കട്ട് ശശിയുടെ വീട്. ഇങ്ങനാണെങ്കിൽ എനിക്ക് ഒരു വിധത്തിൽ കറണ്ട് തരത്തില്ല. അയാളെ പേരെന്തുവാന്നാ പറഞ്ഞേ? പാവർക്കട്ട് ശശി. ആ പേരിലെ പവർ കട്ടല്ലേ, പിന്നെ എങ്ങനെ കറണ്ട് കിട്ടും? ഒരു കാര്യം ചെയ്യാ, ആരായി പേരിട്ടത്? സാറേ, ഇങ്ങനെ പവർക്കട്ട് സമയത്ത് ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ നാട്ടുകാർ വിളിക്കുന്ന പേരാ പവർക്കട്ട് ശശി എന്ന്. ഇങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യ സാറേ. ഇപ്പം താണ്ട് എനിക്ക് കറണ്ടും തരുന്നില്ല. അയാൾ എങ്ങനെ കറണ്ട് തരും? KCB അല്ലേ കറണ്ട് തരുന്നേ? അതല്ല, അയാളെ വീടിന്റെ പറമ്പിൽ കൂടെ വേണ്ടേ എനിക്ക് ലൈൻ വലിക്കാൻ. ഓ, ഈ വീടിന്റെ കൂടെ അല്ലേ? അപ്പൊ ഇതിലെ കൂടെ അവിടെ ലൈൻ വലിക്കുമ്പോ അയാളുടെ സമ്മതപത്രം വേണം, അത് നിയമമാ. സാറൊന്ന് കണ്ണടച്ചാ മതി. ഒരു ലൈൻ പിടിക്കാൻ വന്നിട്ട് ഇപ്പൊ 2 ലൈൻ ആയാടെ. കാണിക്കുന്ന എന്നെ കണ്ണടയ്ക്കാനല്ല പറഞ്ഞത്. പിന്നെ സാറ് നിയമമൊക്കെ ഒന്ന് മാറ്റി വെച്ചൊന്ന് കണ്ണടയ്ക്കാനാ പറഞ്ഞത്. എല്ലാം തടയും. അത് നടക്കത്തില്ല സുകന്യ, നടക്കത്തില്ല. സുകന്യ അല്ല, അരണ്യ. പറയുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? അത്രയ്ക്ക് സുഖമൊന്നും വേണ്ട. സാറ് വന്ന ആരും ചെയ്യാൻ നോക്കും. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈൻ വലിച്ചു തരും. അതുപോലെ മതി. ഒരു കാര്യം ചെയ്യ, ശശിയെ വിളി, ഞാൻ സംസാരിക്കാം. ഞാൻ വിളിക്കത്തില്ല, വേണമെങ്കിൽ സാറും കൊണ്ട് വിളി. എന്നാ ഞാൻ വിളിക്കാം. ശശിയെ, ശശി. എടാ, KCB ലൈമാൻ. പിന്നെ KCB-ക്കകത്തൊന്ന് പൊന്മ ഇറങ്ങി വരുവാടാ. ഇപ്പൊ ഞാൻ ശശിയായല്ലേ, ഒന്ന് വെളിക്കിറങ്ങാമോ? അയ്യോ, ഇത്രയും നാള് ഞാൻ ആരെയും ശുപാർശ ഇല്ലാതെ വെളിക്കിറങ്ങിക്കൊണ്ടിരുന്നേ. ഇനി ഞാൻ അങ്ങനെ തന്നെ പോന്നോളൂ. അതല്ല, ഒന്ന് പുറത്തോട്ട് വരാമോ? അങ്ങനെ വരികയാണെങ്കിൽ എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നേ.
ശശി എഞ്ഞു വാ. ഞാൻ KSCB വരുവാ. ഈ കൊച്ചു ഒറ്റയ്ക്കേ ഉള്ളു എല്ലാത്തിനും കിടന്ന് ഓടായി. ഞാൻ ഇവിടെ കൂടെ ഓടാൻ എന്തോ ഉസൈൻ ബോൾട്ടും അല്ലാന്നോ? അതല്ല പറഞ്ഞേ. എടാ ഈ കൊച്ചിന് കറണ്ട് ഇല്ല. അത് നിങ്ങളുടെ പറമ്പിൽ കൂടെ പിടിക്കാൻ പറ്റൂ. അതിന് നിന്റെ ഒരു സമ്മതപത്രം വേണം. ഇവളൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയപ്പോഴേ ഇവൾ എന്നോട് സമ്മതം ചോദിച്ചോ? ഇല്ലല്ലേ, ഇപ്പൊ ഇവള് സമ്മതം ചോദിക്കാൻ വന്നേക്കുന്നു. അത് നിങ്ങളുടെ ആര്? എന്റെ ആരുമല്ല. നിങ്ങൾ അയാടെ ആര്? ഇതല്ലേ സാർ ഇപ്പം ചോദിച്ചത്? ഇവളെല്ലാം ഇരുട്ടിലാക്കിയോളാ. അയാൾ പറയുന്നത് എനിക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കലിപ്പുണ്ടോ? അതെന്നെ സാറേ, പണ്ട് ഞങ്ങൾ തമ്മിലേ ചെറിയൊരു ഇഷ്ടത്തിലായിരുന്നു. വലിയ ഇഷ്ടമൊന്നുമല്ല, ചെറുതായിട്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ അയാൾ എന്നെ സിനിമ കാണാനൊക്കെ വിളിക്കും. അത് പോവുമല്ലോ, സ്വാഭാവികം. ഞാൻ പോവും. പിന്നെ അതേപോലെ അങ്ങേരെ കൂടെ ഞാൻ ബീച്ചിലേക്ക് അങ്ങ് പോവും. പ്രേമിക്കുമ്പോ എല്ലാരും പോവുമല്ലോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ലോഡ്ജ് ഉണ്ട്. അതല്ല, ലോഡ്ജിന്റെ അടുത്തൊരു കടയുണ്ട്. അവിടെ പോയാൽ ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല ചൂട് ചായയും പരിപാടിയും കഴിക്കും. പൈസ പൊടി പഠിച്ചത്. നിനക്ക് നാണം ഉണ്ടാടാ? നക്കാപ്പിച്ച ചില്ലറയും ചെലവാക്കിയിട്ട് എച്ച് കണക്ക് പറയാ. എനിക്കറിയാം എന്റെ വിഷമം. ഇവിടെ വഞ്ചകയാ അവള്. കേട്ടോട്, അയാളെ ചതച്ചോണ്ടാ ഇപ്പൊ ഇങ്ങനെ കേൾക്കേണ്ടി വന്നേ. ചതച്ചോണ്ടോ? അല്ല, ചതിച്ചതുകൊണ്ട്. സാർ എന്തോ പറയുന്നേ? ഞാൻ ഇങ്ങേരെ കൂടെ പോയി പൊറുക്കണോന്നാണ്? അല്ല സാറേ, ഇങ്ങേരെ വെട്ടും കുത്തുമായിട്ട് നടക്കുന്ന ആളാ. വെട്ടും കുത്തു അനാവശ്യമാണ് പറഞ്ഞത്. ഒന്ന് സാറേ, എനിക്ക് കരിക്കടയാ. ഞാൻ കരിക്ക് വെട്ടിയിട്ട് അതിനകത്തൊരു സ്ട്രാ കുത്തി കൊടുക്കുന്നതിനാ ഇവള് പറയുന്നത് എനിക്ക് വെട്ടും കുത്തുവാന്ന്. അത് മാത്രമാണോ? ഈ നാളോ ഇല്ലാത്തവള് എന്റെ കടയിൽ കയറി വന്നു കൊക്ക് കുടിക്കുന്ന പോലെ കരിക്കും കുടിച്ചു പോയിട്ടുള്ളവളാ ഇവള്. അത് ശരിയാണ്. കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ കൊടുക്കണം. അവ അത് രണ്ടായിട്ട് വെട്ടിത്തരും. അപ്പൊ ഇങ്ങനെ വടിച്ചെടുത്ത് കിളുകിളാന്ന് പറഞ്ഞ് തിന്നാം. ഇവിടത്തെ ജീവിത പ്രശ്നം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവൻ കരിക്ക് വെട്ടി കുത്തുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ ഇതിലെ കൂടെ ലൈൻ വലിക്കാൻ സമ്മതിച്ച നിനക്ക് എന്തെങ്കിലും തടയും? ചിക്കിളി എന്നെ ഇപ്പൊ അവളെല്ലാം ആരിട്ട് ഇക്കിളിയിട്ടാലും എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി എന്നല്ല, കൈമണി കിട്ടുമെന്ന്. ഞാനെന്തോ ചെണ്ട അടിക്കാൻ പോന്ന കൈമണിയും കൊണ്ട്. ഇനി വന്നില്ല. എടാ, നിനക്ക് ചായ കുടിക്കാൻ വല്ല മേടിച്ചു തരാന്ന്. നേരത്തെ പറയണ്ടേ? ഒരു കാര്യം ചെയ്യ, ഒരു 25,000 രൂപ മേടിച്ചു തരാന്ന് ഞാൻ സമ്മതിക്കും. 25,000 രൂപ? നീ എന്തോടാ ചരുവത്തിനകത്താണോ ചായ കുടിക്കുന്നത്? ഞാൻ ചരുവത്തിനകത്തായിരിക്കും, അണ്ടാവിനകത്തായിരിക്കും. അത് നിങ്ങൾക്ക് അറിയണ്ട. ഞാൻ ചിലപ്പോ തറയെ കിടക്കുന്നവരെ നക്കി കുടിക്കും. ഒരു പാവം കൊച്ചടാ അത്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ അവളെ കെട്ടാന്ന് പറയാം. പറഞ്ഞോടോ, തന്നെ ആർക്ക് വേണം? ഓലക്സിൽ ഇട്ടാ പോലും തന്നെ ആരെയും എടുക്കുവോ? നിനക്കറിയാമോ, എടീ സ്വർണ്ണം സൂചി ഉള്ളവനും ഇരുമ്പ് സൂചിയുടെ ആവശ്യം വരും. അത് നീ മറന്നു പോകരുത്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് കറണ്ട് വേണോ? നിങ്ങളെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെല്ലാം ഉണ്ട്? വിളി. നിന്റെ ഭർത്താവിനെ വിളി. എനിക്ക് ഭർത്താവില്ല സാറേ. എന്ത്? എന്റെ ഭർത്താവ് ഒരു വില്ലാളി വീരനായിരുന്നു. ശശി, ഓ സാർ ഇത് കേക്കണം. ഒരു മഴവെള്ളപ്പാറ്റില് തടി പിടിക്കാനായിട്ട് ആറ്റി ചാടിയതാ. എന്നിട്ട് തടി പിടിച്ചാ? ഇല്ല, ഒരു മുതല പിടിച്ചോണ്ട് പോയി. ഇവിടെ കുണം കൊണ്ട്. ശശി ചുമ്മാ ഇപ്പോ മകളെ, ഭർത്താവില്ലെങ്കിൽ വേണ്ട. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഉത്തരവാദിത്തപ്പെട്ടത്? ഉണ്ടായിരുന്നു സാറേ. ആര്? ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയുടെ ചിതാഭസ്മം ഒഴുകാൻ വേണ്ടി ആറ്റി പോയി. എന്നിട്ട് ആറ്റി പോയപ്പോ ചിതാഭസ്മം ഒഴുകിക്കൊണ്ടിരുന്നപ്പം കുടം ഒഴുകി പോയപ്പോ എന്റെ പ്രാണസഖി പോകുന്നതെന്ന് പറഞ്ഞ് മൂപ്പരോടെ ചെന്ന് കയറി കൊടുത്തു. എന്നിട്ട് കുടം പിടിച്ചാ? കുടം പിടിച്ചില്ല, ഇവരുടെ കുടുംബം കുടം പിടിച്ച്. ആരും ഇല്ലാത്ത കൊച്ചല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അയൽവാസികളും. എടാ, നിനക്കൊരു സഹായം വന്ന ആ കൊച്ചു വേണോ ആദ്യം ഓടി വരാൻ. അതുപോലെ നിങ്ങൾക്കൊരു സഹായം വന്ന അവൻ വേണോ ആദ്യം ഓടി വരാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചിന്ത എനിക്കുണ്ട്. അത് അവക്കില്ല. ഇവക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ ഓടി ചെല്ലും, അറിയാമോ? എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ ഇവള് കാക്കിച്ച് തുപ്പി എന്നെ ആട്ടി ഓടിക്കും. ആ സ്വഭാവം ഇങ്ങനെ എപ്പോഴാ വരുന്നറിയാമോ? ഞാൻ കുളിക്കാൻ എപ്പം കയറുമോ അപ്പ അയാൾ കൊണ്ട് പോരും. അങ്ങനെ ഉണ്ടല്ലോ. അവരുടെ വീട്ടിലോ ആരുമില്ല. നിന്റെ വീട്ടിലെങ്കിലും ചോദിക്കാനും പറയാനും വിവരവും വെള്ളിയാഴ്ച ഉള്ള ആരെങ്കിലും ഉണ്ടാടാ? ഉണ്ട്, ഒരു കലണ്ടർ കിടപ്പുണ്ട്, അതിനകത്ത് എല്ലാ വിവരവും ഉണ്ട്. വെള്ളിയാഴ്ച. ദൈവമേ, നീ ഇത് അമ്പിലും വില്ലിലും അടുക്കൂലടാ. അമ്പിലും വില്ലിലും എടുത്തോണ്ട് സാർ ഇവിടെ വരേണ്ട കാര്യം എന്താ? ഇവിടെ യുദ്ധം വല്ലതും ഉണ്ടോ? മര്യാദക്ക് നിന്റെ കൺസ്യൂമർ നമ്പർ പറ. ഇന്ന് ശരിയാക്കി തരാം. പറ. സ്റ്റാർ 1 2 3 ആഷ്. അത് മറ്റേ വാഴയിലെ ചെറുക്കനല്ലേ? ഓ, വാഴക്ക. അത് ആഷ്. നിന്റെ അടുത്ത് കസ്റ്റമർക്ക് എന്റെ നമ്പർ അല്ല ഞാൻ ചോദിച്ചത്. മീറ്റർ നമ്പർ കറക്റ്റ് ആയിട്ട് പറ. ഞാനിവിടെ മൊത്തം മീറ്ററിലാണ് അടിച്ച. ഒന്നും കേൾക്കാത്ത ഞാനിപ്പോ എന്താ ചെയ്യാനാ? നീ തമാശ കളിക്കാതെ മീറ്റർ നമ്പർ നോക്കി പറയട്ടെ. ഞാൻ നോക്കട്ടെ. ഞാൻ നിന്നെ നോക്കട്ടെ, ശരിയാക്കി തരാടാ. 17 18 17 18 17 18 ശശി പുത്തമ്പുരക്കില്. നീ 3 മാസത്തെ ബില്ല് അടയ്ക്കാനുണ്ട്. നിന്റെ ഫീസ് ഞാൻ ഊരും. അങ്ങനെ നീ മാത്രം വെളിച്ചത്തി കിടക്കണ്ട. നീ ഇരുട്ട് കിടന്നാ മതി കേട്ടതാ. ഞാൻ കറണ്ട് ചാർജ് അടക്കത്തില്ല. എന്തിനാ അടയ്ക്കുന്നത്? 10 മണിക്ക് കറണ്ട് പോയിട്ട് രാവിലെ 7 മണിക്ക് അവിടെ കറണ്ട് വരുന്നത്. 10 മണിക്കോ 7 മണിക്കോ? പിന്നെ എന്തിനാ കറണ്ട് ചാർജ് അടയ്ക്കുന്നത്? നീ എപ്പോഴാ കിടന്നുറങ്ങുന്നേ? ഞാൻ ഒരു 8:30 ആകുമ്പോ കിടന്നുറങ്ങിട്ട് ഒരു 9 മണിയാകുമ്പോ എഴുന്നേക്കും. 8:30 ഉറങ്ങും, 9 മണിക്ക് എഴുന്നേക്കും.
പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നിനക്ക് എന്തിനാണ് കറണ്ട്? എനിക്ക് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോ, നിങ്ങൾ അത് ഇവിടുത്തെ കൂർക്ക. കേട്ട് വിടറാ, വല്ല പണിക്കാ പോണം തേരാപ്പാര അടക്കാതെ. ഞാൻ കാക്കയുടെ കൂടെ പണിക്ക് പൊക്കോണ്ടിരുന്നേ. എന്തോ നീ കൊത്തി പറക്കാനാ? കൊത്തി പറക്കാനാന്ന് ഞാൻ കാതറ് കാക്കയുടെ കൂടെ ജോലിക്ക് പൊക്കോണ്ടിരുന്നേ അന്ന്. എന്നിട്ടെന്തോ ഞാൻ 6 ദിവസം ജോലി ചെയ്ത് പൈസ വെച്ചാൽ പറയാ ഉമ്മ തരുമെന്ന്. ഞാൻ പറഞ്ഞു നിന്റെ തന്തയ്ക്ക് കൊണ്ട് കൊടുക്കാം, ഞാൻ എല്ലാം വാരി കെട്ടി ഞാൻ പോയിരുന്നു. എന്റെ പൊന്ന് സാറേ, ഈ കണക്ക് മുതുക്ക് വട്ട. അവിടുത്തെ കണക്കും കാര്യങ്ങളും നോക്കുന്നതേ അങ്ങേര് ഉമ്മായ. ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇങ്ങനെ മഹാ ചതിയല്ല. എന്തോ ചോദിച്ചെന്നാ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ ഇഷ്ടത്തിലായിരുന്നു. നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ എന്നെ ഒരു ഓളിച്ചോളാൻ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു രാത്രി 12 മണിയാകുമ്പോ കലങ്ങിന്റെ അടുത്ത് പറഞ്ഞോന്ന്. എന്നിട്ട് കലങ്ങിന്റെ അവിടെ ചെന്നാ? ഞാൻ ചെന്ന് ഈ മുതുകാവൻ വന്നില്ല. എന്നിട്ട് ഞാൻ ചെന്ന് എന്റെ പൊന്നെ ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ടടാ ഒരു വെള്ള സാരി എടുത്തോണ്ട് ഒരു കലങ്ങിന്റെ മണ്ട ഒരു സ്ത്രീ ഏറിയിരിക്കുന്നു പല്ലും കിരിച്ചോണ്ട്. എന്റെ ദൈവമേ, രാവിലെ പെടുക്കാൻ വെച്ചിരുന്ന മൂത്രം അന്നേരം പോയി. രാവിലെ നില വിളിച്ചാ ഓടി, അറിയാമോ? ഇയാൾ അതിന് പോവാണേ. ഞാനാണെങ്കിൽ ഇന്നലെ അവിടെ പോയി കിടന്നു. യക്ഷി എങ്കി യക്ഷി അതിവിടെ എന്നാ വേറെ പ്ലാൻ പിടിച്ചുകൂടായിരുന്നോ? ഞാൻ വേറെ പ്ലാൻ ചെയ്തു. എന്റെ കൂട്ടുകാരനെ വിട്ട് ഇവളെ വിളിച്ചോണ്ട് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ഇവൾ അവിടെ വന്നു. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നില്ല? ഞാൻ ഇത്തിരി ലേറ്റ് ആയി പോയി. എന്നാലും ഞാൻ ചാടിപ്പിടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഉണ്ടടാ ഒരു കോളം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. വെപ്രാളത്തിന് ഞാൻ നീട്ടി ഒരു ഒപ്പ് വാങ്ങി അടിച്ച് ഇവക്കടെ കൈ പിടിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ നേരത്ത് രജിസ്ട്രാർ വന്ന് എന്റെ ചെവുക്കലിൽ വിളക്ക് ഒരു ഒറ്റ. രജിസ്ട്രാർ ഒന്ന് ചെവുക്കലിനടിച്ചത്? സാക്ഷിയുടെ കോളത്തിൽ ഒപ്പിട്ടിട്ടാന്നോടാ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്. ഒരൊറ്റയടി, ആ അടി ഇപ്പോഴും ഇവിടെ രജിസ്റ്ററാ. അപ്പൊ ഇവരാരുടെ കൂടെ പോയി? അത് കിഴങ്ങാ നേരത്തെ പറഞ്ഞില്ലേ ആറ്റുചാടിയവന്റെ കൂടെ പോയെന്ന്. ഓ, മൊത്തത്തിൽ പറഞ്ഞപ്പോ മൊത്തം ഔട്ടായി പോയിട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ ലൈൻ വലിക്കാൻ പോവുക. നെഞ്ചത്ത് ചവിട്ടി അല്ലാതെ വലിക്കാക്കിയാല. എന്റെ ചേച്ചി നെഞ്ചൊന്നും വേണ്ട, ഞാൻ നല്ല കിടക്കോച്ച് വലിയ ഏണിയായിട്ടാ വന്നേക്കുന്നത്. പിന്നെ നീ ലൈൻ വലിക്കാൻ സമ്മതിക്കോ ഇല്ലയോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയാം, അയാളെ സമ്മതിക്കൂല. പിന്നെ എന്റെ ബുദ്ധിയിലൊരു ഐഡിയ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, വെട്ടം വേണോന്നുള്ളപ്പം ഇങ്ങനെ വീട്ടിലോട്ട് ചെല്ലും. വെട്ടം വേണ്ടാത്ത പിന്നെ തിരിച്ചു വാ. പോകത്തില്ല സാറേ, സാറും കൂടെ നിന്നേ. താൻ എനിക്ക് കറണ്ട് തരുവോ ഇല്ലയോ? തരത്തില്ല, തരത്തില്ല, തരത്തില്ല. ഇത് നോക്കങ്ങോട്ട്. എടി നീ ഇത് പറയുന്നെങ്കിലും നിനക്കെല്ലാം ഇച്ചിരി സ്നേഹമുണ്ട്. ഇത് കണ്ട, ഇതിനകത്തുള്ള വീഡിയോ നോക്കാൻ. ഇത് ഇന്നലെ രാത്രിയില്ലേ നിങ്ങള് വീട്ടിലിരുന്ന് വാറ്റിയ വീഡിയോയാ. ഞാൻ ആരും കാണാനെടുത്ത് ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് നിങ്ങളെ ഞാൻ നാശം. എന്റെ പൊന്നനന്യ, നീ അതങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്യും. നീ എങ്ങനെ വേണമെങ്കിലും ലൈൻ വലിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ പറമ്പിൽ കൂടെ ലൈൻ വലിക്കട്ടെ. ഈ പറമ്പിക്കൂടോ എന്റെ നെഞ്ചത്തൂടോ എവിടുന്ന് വേണമെങ്കിലും ലൈൻ വലിച്ചു. താരെന്തോണി അവിടെ കഴിഞ്ഞത്? താറിവിടെ രാവിലെ വന്നല്ലോ. ഇത്ര നേരമായിട്ട് ഈ പെങ്കച്ചിൽ വെട്ടം കൊടുക്കാൻ സാറിനെ കൊണ്ട് കഴിഞ്ഞോ? ലൈൻ വലിച്ച് താരെ കൊണ്ട്. ഞാൻ വന്നപ്പോ തൊട്ട് നിന്റെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നീ അല്ലടാ എന്റെ നെഞ്ചത്ത് കുതിര കയറാൻ വന്ന്. എന്നിട്ട് ഇപ്പൊ ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോ നിനക്ക് ഞാൻ ലൈൻ വലിക്കണം അല്ലടാ? ഞങ്ങൾ ഈ അയൽക്കാർ ഇച്ചിരി തട്ടിമുട്ടിയൊക്കെ അങ്ങ് നിൽക്കും. അല്ല, എന്നാലും അവൾ എന്തുവാടാ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്? അയ്യോ എന്റെ പൊന്ന് സാറേ, നീർക്കോലി ആണെങ്കിലും ഒരു കടി അടിച്ച ആത്താഴം മുടങ്ങുന്നു. ഇപ്പോ ബിഗിനേഴ്സ് ആണെങ്കിലും പഞ്ചടിച്ചിട്ടുള്ള ടീമാണ്. ഇപ്രാവശ്യം പഞ്ചടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. നാട്ടിലെ കോമഡിക്കാരല്ലേ? അതിലെ നിങ്ങളുടെ എത്രാമത്തെ? രണ്ടാമത്തെയോ? അതോ രണ്ടാമത്തെ സ്കിറ്റ്. ആദ്യത്തെ നല്ലതായിരുന്നു. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാകണം എന്താവണം എന്നൊരു തോന്നലും പ്രതീക്ഷയുള്ള ഒരു ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ഇത് നന്നായിരുന്നു കേട്ടോ, നല്ല കണ്ടൻ്റായിരുന്നു, നല്ല രസമുള്ളൊരു കണ്ടൻ്റാണ്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങളത് അഭിനയിക്കുകയും ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്. ആ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് മിമിക്കും കിടപ്പുണ്ട്. കാര്യം നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജ് അല്ലേ ആയുള്ളൂ, ഇതുമായിട്ടൊന്ന് വഴങ്ങി വരണമെങ്കിൽ ഒരു ശകലം കൂടെ സമയം എടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് പിന്നീടത് നന്നാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതായിട്ട് നിങ്ങൾ കരുതാവുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല നല്ല കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. ആ കൂടെ നല്ല കൗണ്ടർ ഇതിൽ ഫില്ല് ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു, നല്ല രസമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ, അസലായിരുന്നു. ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ സ്കിറ്റുകളൊക്കെ കാണുമ്പോൾ കുറേ കൂടെ ലൈവാണ്. അതെ, നമ്മൾ സ്റ്റേജുകൾ ഞങ്ങൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന അതിനകത്തെല്ലാം ഈ പറയുന്ന തുടക്കത്തിലൊക്കെ അതിനകത്തൊരു സ്കിറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. സ്കിറ്റിൻ്റെ ഇപ്പം എല്ലാം വളരെ മിമിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അത് ഭയങ്കര ലൈവാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അതിലേക്ക് എത്താനുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ആ ഒരു നമുക്ക് ഒരു അളവുണ്ട്, ഒരു പെർഫോം ചെയ്യുന്നതിൻ്റെ അളവുണ്ട്, അതുമാത്രമേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ കുറേ നല്ല കൗണ്ടറുകളുണ്ട്. പൊന്മാൻ, ലൈൻമാൻ, മറ്റേ സാധനങ്ങൾ, പിന്നെ സുകന്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് എത്തിയപ്പോൾ കുറച്ച് കൗണ്ടറുകൾ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ളവരൊക്കെ നല്ല ലൈവായിരുന്നു, നല്ല രസമായിരുന്നു. പുള്ളിയുടെ എൻട്രിയൊക്കെ നല്ല രസമായിരുന്നു.
പിന്നെ മൂന്നാളും നന്നായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും ഗംഭീരമായിട്ട് സന്തോഷം. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ? ഉഗ്രൻ എനർജി ആയിരുന്നു കേട്ടോ. നല്ല എനർജി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ആ എനർജി എങ്ങനെ കീപ്പ് ചെയ്യാവോ അത് നല്ല രസമായിട്ട് നിങ്ങൾ കളിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഈ ഐഡിയ കൊള്ളാം. ഒരു പരിപാടി, അതായത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നു, അവിടെ നിങ്ങൾ തമ്മിലുള്ള അജയനും അമിനായിട്ടുള്ള കോമ്പിനേഷൻ സാധനമൊക്കെ നല്ല രസമായിട്ട്. അമിന നല്ല പവറാണ് കേട്ടോ. നിങ്ങളൊരു എന്താ പറയുക, ഒരു എനർജിയാണ്. ആ സ്റ്റേജിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. അജയനാണെങ്കിലും അജയൻ്റെയൊക്കെ ഈ പറഞ്ഞ നസ്രിക പറഞ്ഞ പോലെ ചില സമയത്ത് ഇച്ചിരി സ്പീഡ് കൂടുമ്പം നമുക്ക് ലെജിബിൾ ആക്കാറ് ചില സാധനങ്ങളൊക്കെ നല്ല നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന സുകന്യ അനന്യ വിളിക്കുമ്പോൾ ഒരു സുഖമൊക്കെ വേണ്ടേ. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ള രജിസ്റ്ററായ എല്ലാ സാധനവും കൈയ്യിൽ കിട്ടി. രാജേന്ദ്രൻ ഉഗ്രൻ ആർട്ടിസ്റ്റ് ആകട്ടെ. രാജേന്ദ്രൻ അടിക്കുന്ന ലെവലും രാജേന്ദ്രൻ്റെ കളി എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു ഉഗ്രന്. അത് നല്ലൊരു സ്വന്തം സ്റ്റൈലുണ്ട്. നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം ഇയാളൊരു സംഭവമുണ്ട് എന്ന് പറയുന്ന പോലെ രാജേന്ദ്രൻ്റെ ഒരു സ്റ്റൈല് നല്ല രസമുണ്ട്. വന്നിട്ട് കാര്യം ആദ്യത്തെ വിളിയിൽ തന്നെ പിന്നെ ഈ പറയുന്ന ഡയലോഗ്സൊക്കെ, അതായത് എന്താ പറയുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അത് കൗണ്ടറുകളൊക്കെ വിവരവും വെള്ളിയാഴ്ചയുടെ കാര്യം പറഞ്ഞു. വീട്ടിൽ കലണ്ടറുണ്ട്, അതിനൊത്തിരി വിവരമുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ വിവരമുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്. അങ്ങനെയുള്ള നല്ല കുറേ കൗണ്ടറുകൾ, ഈ കൗണ്ടറുകൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാട്. അത് രാജേന്ദ്രൻ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് നിങ്ങൾ 3 പേരും ആ എനർജി കീപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സ്കിറ്റിനെ നിങ്ങൾ മനോഹരമായിട്ട് കളിച്ചവരാണ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം സ്റ്റേജിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. നല്ല നല്ല കാര്യങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ. നസ്രിക പറഞ്ഞാൽ സ്പീഡ് ചില സമയത്ത് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പം നമുക്കിനി നേരെ മാർക്സ് എത്രയാണ് എന്ന് ചോദിക്കാം. പ്രചോദേട്ടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ പറഞ്ഞോളൂ. ഞാൻ ഒരു 14,000 രൂപ. 14,000. ഇക്ക? ഞാൻ കുറയ്ക്കുന്നില്ല, 14 തന്നെ. ഓക്കെ, അപ്പൊ 28,000 രൂപയായിട്ടുണ്ട്. ഇനി ഷാജു ചേട്ടനാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്രയാ ചേട്ടാ ടോട്ടൽ? ഞാനും കുറയ്ക്കുന്നില്ല. ഓക്കെ, 50,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായില്ലേ? രണ്ടാമത്തെ പെർഫോമൻസിലും നല്ലൊരു തുകയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി വരുന്ന പെർഫോമൻസുകളിൽ ഇതേപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇവരെ, അല്ലേ? അപ്പൊ കൂടുതൽ പവറോട് കൂടിയിട്ട്, കൂടുതൽ കൗണ്ടേഴ്സോട് കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഒരു സ്വർണ്ണ കേസ് കെട്ടുമായിട്ട് ദാ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ബിജു വർഗീസ്, സുധീഷ് പുനലൂർ ആൻഡ് മാളു. വലിയണ്ണ എവിടെ കൊണ്ടുവന്ന്? വലിയണ്ണാന്ന് പറഞ്ഞു. എന്റെ വായില് വരും. ഞാൻ വലിയണ്ണാന്ന് വിളിച്ചതാ. നീ കാര്യം പറയടാ അജയ്. അങ്ങോട്ട് പഴം തിന്ന്. ഞാൻ കഴിക്കൂല അജയ, പഴം കഴിക്കൂല. ഞാൻ പഴം കഴിക്കൂല. അണ്ണന് ഇതിന്റെ ഗൗരവം അറിയാത്തോണ്ടാ പഴം കഴിക്കാനാണ് ഞാൻ പറയുന്നത്. എന്തോന്ന് ഗൗരവം? ഞാൻ പഴം കഴിക്കൂല എന്ന് പറഞ്ഞാൽ കഴിക്കൂല, അത്ര തന്നെ. കഴിച്ചേ പറ്റൂ. കഴിക്കേ. എടാ ഇവൻ പഴം തരുമ്പോ ഒക്കെ കഴിക്കാൻ ഞാൻ എന്താ ഇവൻ വളർത്തണ തത്തയല്ല, പെരുമ്പാമ്പ്. പെരുമ്പാമ്പാ? അതുപോലൊരു സാധനമാണ് വിഴുങ്ങിയേക്കണത്. ഞാൻ വിഴുങ്ങോടാ, ഇനിയും വിഴുങ്ങും. ഞാനിത് പറയാം നസീർക്ക, ഇന്നെന്റെ കല്യാണം മുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയാമോ? ദാണ്ട് ഇവ ഒറ്റൊരുത്തൻ കാരണം. ഇന്ന് 10-20 കല്യാണം മുടങ്ങി. അറിഞ്ഞോ? വിശ്വസിക്കല്ലേ, 10-20 കല്യാണം ഒന്നും മുടങ്ങിയില്ല. ഒറ്റ കല്യാണമേ മുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെയല്ല പറഞ്ഞത്. 10-20 എന്റെ കല്യാണം വരുന്നു. ആദ്യം ബന്ധുക്കളെല്ലാരും വന്നു, പൂജാരി വന്നു, പെണ്ണ് വന്നു. താലി കെട്ടാൻ വേണ്ടി ഞാൻ താലി എടുത്ത് ഇങ്ങനെ കെട്ടാൻ തുടങ്ങിയതും മിന്നൽ വേഗത്തിൽ യവൻ വന്ന് ഈ താലിമാല തട്ടിപ്പറിച്ചെടുത്ത് അങ്ങ് വിഴുങ്ങിയേക്കണ്. യവ അങ്ങനാണ് കല്യാണം മുടക്കിയേക്കണ്. പോരാത്തതിന് പനിനീരും എടുത്ത് കുടിച്ചേക്കണ്. എന്റെ മാല നിന്റെ താലിമാല ഞാൻ വിഴുങ്ങി. ഉള്ളത് തന്നെ നോക്കട്ടെ. വിഴുങ്ങി എവിടെ? രാവിലെ എവിടെയായിരുന്നു? ഇപ്പൊ ഈ ഭാഗത്തോട്ട് വന്നു. സംഭവം എന്താണെന്നറിയാ? ഞാൻ താലിമാല വിഴുങ്ങി. കാര്യം എന്താണെന്നറിയാം? അതൊരു വലിയൊരു കഥയാണ്. കുറച്ച് പുറകോട്ട് പോണം. എന്നിട്ട് വേണം ആ LED പൊളിച്ചെന്ന് പറഞ്ഞ അതിന്റെ പൈസയും കൂടി ഞാൻ കൊടുക്കേണ്ടി വരുന്നത്. അതല്ല, കഥയിലോട്ട് കിടക്കണമെന്ന് പറഞ്ഞത്. എന്തുവാ ചേട്ടാ? നമ്മുടെ അച്ഛൻ നിമിത്തം വന്ന് ചത്ത സമയത്ത്. അച്ഛൻ വിത്തം വന്നില്ലേ മരിച്ചത്? ആ നിമിത്തം എന്ന് പറഞ്ഞ ഒരു ഗുമ്മില്ല. അതുകൊണ്ട് ഒരു നിമിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഓക്കെയാണ്. അത് കഴിഞ്ഞ് എന്റെ അമ്മ കൊണ്ടുവന്ന് നമ്മളെ ജാതകം നോക്കിയപ്പോഴല്ലേ വിഷയം. 45 വയസ്സ് വരെ എനിക്ക് പെണ്ണ് കെട്ടിക്കൂടാ, അതിന് മുമ്പ് കെട്ടിയാൽ ഞാൻ തട്ടിപ്പോവെന്ന് പറഞ്ഞു. അതുപോലെ ജോത്സ്യം എന്റെ അടുത്തും പറഞ്ഞു 35 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് പെണ്ണ് എടുത്താൽ അതിന് മുമ്പ് കെട്ടണമെന്ന്. ഇത് രണ്ടിന്റെ ഇടയ്ക്കിടന്ന് കാണിച്ച് നീ എന്തിനാണ് എന്റെ കല്യാണം മുടക്കിയത്? എന്റെ താലിമാല എടുക്കുന്ന താലിമാല മാത്രമല്ല, എനിക്ക് ശുനകശാപം ഉണ്ടോന്ന് ചെറിയൊരു സംശയമുണ്ട്. അതായത് ഈ കഴിഞ്ഞ കന്നിമാസത്തിനെ ഞാൻ ഒരു ആമ്പട്ടിയെ
കല്ലെടുത്തെറിഞ്ഞു. തിരിഞ്ഞു നിന്നൊരു പ്രാക്ക് പ്രാവി. അതിൻ്റെതാണ് എന്റെ ഈ കല്യാണം ഇങ്ങനെ മുടങ്ങി മുടങ്ങി നടക്കണത്. കണ്ട പട്ടികളെ പോലെ അവൻ വെറുതെ വിടൂല. അവൻ എന്റെ ചേട്ടൻ എന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. എല്ലാവർക്കും ചേട്ടന്മാരുണ്ടെന്നാ ഓരോ കാര്യത്തിന് ഓടി നടക്കും. എന്റെ കല്യാണത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ല, അറിയാമോ? മെനഞ്ഞാന്ന് രാത്രി 12 മണിക്ക് ഞാൻ ബൈക്ക് എടുത്തോണ്ട് KSRT സ്റ്റാൻഡിൽ പോയി നോക്കി, അവിടെ കണ്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ പോയി, അവിടെ കണ്ടില്ല. മെട്രോ സ്റ്റേഷനിൽ പോയി, അവിടെയും കണ്ടില്ല. അവിടെ കാണൂല അവര്. ഏരി മാറി ഇപ്പൊ. ആര്? രണ്ടുപേരുടെ അച്ഛൻ ഒന്നാ ഇല്ല, ഞാൻ തന്തയ്ക്കാൻ വിളിച്ചാനെ. അതാണ് പറഞ്ഞത്. ഞാൻ ബൊക്ക തേടി പോയെന്ന്. ബൊക്ക പോലും കിട്ടിയില്ല. ഇന്ന് കല്യാണം മുടങ്ങിയപ്പോ ഓരോരോ ബന്ധുക്കൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ചൂളിപ്പോയി. ഞാൻ സ്കൂളിൽ പോയെന്ന്. ചൂളിപ്പോയെന്ന് നാണക്കേടായെന്ന് ബന്ധുക്കൾ. പ്രത്യേകിച്ച് ആ കൊല്ലത്തുനിന്നൊക്കെ സൂര്യക്കൊക്കെ പറഞ്ഞത് കേൾക്കണം. കൊല്ലത്തെ സൂര്യക്കെ അറിയാമോ? പിന്നെ സൂര്യയൊക്കെ അറിയാം, സൂര്യ അറിയാം, വിജയ് അറിയാം. ഞാൻ തമിഴ് നടന്മാരുടെ ഫാൻസ് ആണല്ലോ ഓൾറെഡി. സൂര്യക്ക, കൊല്ലത്തുള്ള സൂര്യക്ക എന്തൊക്കെ പറഞ്ഞതറിയാമോ? നിനക്കെന്തോ ഈഗ ആണെന്ന് എന്നോട്. നിനക്ക് എന്തോ ഈഗയാണെന്നാണ് പറഞ്ഞത്. ഒരു കാര്യമില്ല, ഒരു കാര്യം ചെയ്യ് വലിയേട്ടാ. എന്തോന്ന്? മാല എവിടെ? മാല? ഓ ഒന്ന് കളഞ്ഞാലും ഞാൻ മാല തരൂല. പഴം തിന്ന്. പഴം തിന്നൂല ഞാൻ. എന്നാ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. കീറി മുറിച്ചെടുക്കും ഞാൻ മാല. അവ എന്നെ ആശുപത്രി കൊണ്ടുപോയി കീറി മുറിച്ചെടുക്കുമെന്ന്. എന്നെ ആശുപത്രി കൊണ്ടുപോവാനേ കുറെ പുളിക്കും. ആ പഴം വർക്കായി തുടങ്ങി. വിളിക്കണേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ. ആണ്ട് ആരോ കിസും കൊണ്ട് വന്നിരിക്കണ ചെന്ന് മാറി. അയ്യോ ആരടാ? അതാരെന്നറിയാമോ? ആര്? ജുവലറി നാള് വരുവാ. ജുവലറിന്ന് ഈ സ്വർണ്ണമില്ലേ, ഇന്ന് കല്യാണം നടന്ന 100-100 പവൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് നിസ്സാര അഡ്വാൻസ് കൊടുത്ത് മേടിച്ചാണ് ഈ 4 പവന്റെ മാല. അവര് വരുമ്പോ ഇപ്പൊ മാല കൊടുക്കണോന്ന്. റെന്റിനടുത്താണ് എന്റെ മാല. മാല കൊടങ്ങോട്ട്. അവര് വരുമ്പോ പറഞ്ഞു വിട്ടണം. മാലയെടുത്ത് വിഴുങ്ങിയിട്ട് ഇതുകൊണ്ട് വരുന്നുണ്ട്. പറഞ്ഞോ. ആ ഇല്ല വിവരമില്ല. ആ ഇല്ല വിവരമൊന്നും ഇല്ല. ആന്ന് ആണ്ട്രാ, ലോകത്താദ്യമായിട്ടാണ് സ്വയം വിവരമില്ല എന്ന് പറഞ്ഞ ഒരാൾ എൻട്രി. ഏതടാ ഇതൊക്കെ? ആരാ മനസ്സിലായില്ല, എനിക്ക് പിടികിട്ടിയില്ല. ഞാനേ അങ്ങ് ദൂരത്തൂന്ന് വരുവാ. അന്താ അടുത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും പിടിച്ച് കടിക്കൂ. 6 അടി പൊക്കമുള്ള ഈ തർക്കുത്തരം ആര്? ഞാൻ ഈ കല്യാണ ചെറുക്കന്റെ ചെറുക്കനാണോ? അല്ല ചെറുക്കനല്ല, ചെറുക്കൻ അജയനില്ലേ? അജയന്റെ മൂത്ത അണ്ണനാണ് വിജയൻ. ഓഹോ, ആരാണ് മനസ്സിലായില്ല? ഞാൻ ചിഞ്ചിലം ജ്വല്ലറിന്ന് വരുവാ. ജ്വല്ലറിന്നാണ്? അതെ. ഈ അജയൻ എന്ന് പറയുന്ന ആള് കല്യാണത്തിന് വേണ്ടിയിട്ട് അഡ്വാൻസ് മാത്രം കൊടുത്ത് ഒരു 4 പവന്റെ താലി മാലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗുരിയും കിടക്കുകയാണല്ലോ. കുരുങ്ങിയോ? അല്ല, ഈ കല്യാണത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് ഗുരിയും കിടക്കുകയായിരുന്നല്ല. അതുകൊണ്ട് അപ്പോ അത് നമുക്ക് 3 മണിക്ക് മുമ്പായിട്ട് അത് തിരിച്ചെത്തിക്കണം. അതെ, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇത് തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ജയിലിലാകും. കേസല്ലേ? നല്ലൊടി കിട്ടും. ഓ, കുട്ടി വന്നപ്പോ തന്നെ ഞാൻ ഒരു കള്ളം പറഞ്ഞായിരുന്നു. എന്തുവാ? അജയന്റെ ചേട്ടനാണ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കള്ളമാണ് പറഞ്ഞത്. ഞാൻ ഈ കല്യാണ വീട്ടിൽ ബൾബ് ഇടാൻ വന്നത്. പോട്ടാ, ഒരു 4 ബൾബും കൂടെ ഇടാണ്ട്. ചുമ്മാ പറഞ്ഞത് അതെന്റെ ചേട്ടനാട്ടോ. പിന്നെ ഇവിടെ വാടോ. എന്തോ കള്ളത്തരം പറഞ്ഞ അജയൻ എവിടെ? എടാ അജയ, ഒന്ന് ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഞാൻ ഒന്നുകൂടി പ്രത്യക്ഷപ്പെടാൻ ജലദേവതയല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം അങ്ങോട്ട്. മേഡം, നമ്മൾ അന്ന് കണ്ടതാ കല്യാണത്തിന്. അതെ, കല്യാണമൊക്കെ നന്നായിട്ട് നടന്നല്ലോ. കല്യാണം അയ്യോ ഞാൻ മറക്കൂലേ. ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ എങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ടൂറൊക്കെ പോകുന്ന കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്? ഇവനല്ല ടൂർ പോകുന്നത്. ടൂർ പോകാൻ ഭാഗ്യമുള്ള ആള് ഞാനാണല്ലോ. അല്ല, കല്യാണം ഇയാളുടെ അല്ലായിരുന്നു. കല്യാണവനാണ് കഴിച്ചത്. പഴം കഴിച്ചോണ്ടിരിക്കുന്ന ഞാനാണല്ലോ. അപ്പൊ ഞാനല്ലേ ടൂർ പോകുന്നത്. ചുമ്മാ അതൊന്നും ഇല്ല മേഡം, അത് അങ്ങനെയൊക്കെ പറഞ്ഞതാ. അല്ല, എന്താ ഇത്? ഓവർ വിനയം ഒന്നും വേണ്ട. 3 മണി വരെയാണ് നമ്മുടെ എഗ്രിമെന്റ് ഉള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ സാധനം തിരിച്ചു തരണം, അല്ലെങ്കിൽ പൈസ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര വിഷയം. മാലയിട്. വൈറ്റിലാന്ന് പറഞ്ഞു. അല്ല, അത് ഈ താലി കെട്ടിയത് എന്റെ പെണ്ണിനെയാണല്ലോ. അവള് വയറ്റിലെ പോയേക്കണം അങ്ങനെ പറഞ്ഞതല്ലേ തരാൻ ഞാൻ കേട്ടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം നമുക്ക് സാധനം എത്തിക്കണേ. മാലയ്ക്ക് ഞാനിപ്പോ എന്ത് ബ്ലോക്കോ? എന്തോന്നറിയുമോ, ഈ വയറ്റിലെ ബ്ലോക്കില് എന്റെ പെണ്ണ് നിക്കണം, അവിടെ നിക്കുവാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കണം. എത്രയും പെട്ടെന്ന് വേണം, നമുക്ക് സമയമില്ല. 3 മണിക്ക് തിരിച്ചെപ്പിച്ചില്ലേ പ്രശ്നമാണ്. കേസും കോടതിയൊക്കെ ആവും. ഇല്ല, അതാ പോണ്. എടോ, കാര്യം പറയടോ. എന്തുവാ? മാല എടുക്ക്. തന്നു. എന്തുവാ? മാല. തൊഴുതതാ. ഓ, തൊഴല്. മേഡം, സത്യം പറയല്ലേ, മാലയാണെങ്കിൽ എന്റെ ചേട്ടൻ എടുത്ത് വിഴുങ്ങി. എന്റെ കല്യാണം മുടങ്ങി അങ്ങനെ നിക്കുവാ ഞാൻ ഇവിടെ വന്ന് കേറിയപ്പോഴേ അറിഞ്ഞായിരുന്നു നിന്റെ കല്യാണം മുടങ്ങിയത്. ഇതാ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. മാലയിടറേ. മാല കിട്ടിയ ഉടനെ തരാ. 4 പവന്റെ മാലയാ. മാലയിടറേ. മാല കിട്ടിയ ഉടനെ. കിട്ടി. അജയ കിട്ടിയടാ. കിട്ടിയടാ. ഇപ്പോഴാണ് ഒരു മനസ്സമാധാനമായത്. മാല കിട്ടി. മാലേ? പിന്നെ
ആര് പറഞ്ഞ മാല കിട്ടിയെന്ന്? കിട്ടിയെന്ന് പറഞ്ഞു. എടാ ഞാൻ ചായ കുടിക്കുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് കഴിഞ്ഞ ആഴ്ച കാണാതെ പോയില്ലേ? അത് കട്ടിന്റെ അടി കിടക്കായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. അതുകൊള്ള അപ്പൊ മാല കിട്ടിയില്ല. ചേട്ടനും അനിയനെ നിന്നോണ്ട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത്, കോടതി കയറ്റും നിന്നെയൊക്കെ. വേഗം സാധനം എടുക്ക്. ഒരു കാര്യം ചെയ്യും മേഡം, ഞാൻ ജുവലറിയിലോട്ട് വരാം, വന്നിട്ട് പറയാം എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ചേട്ടൻ എടുത്ത് കഴിച്ചെന്ന് പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞോളാം, ഇത് പ്രശ്നം സോൾവ് ആക്കാം. അത് പിന്നെ ജുവലറിയിലൊന്നും പോണ്ട. അത് പിന്നെ അതെ ഈ റെന്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് ജുവലറിക്കാരറിയാതെ 4 പവന്റെ എന്റെ മാല എടുത്താ ഞാൻ തന്നത്. ജുവലറിക്കാരെ പറ്റിച്ചവള്. അപ്പൊ നിന്റെ മാല എടുത്ത് തന്നല്ലേ, വലിയ കേസാവും. ഞാൻ പറഞ്ഞേക്കാം, ഇറങ്ങിപ്പോക്കോ. അല്ല എന്റെ മാല എവിടെ? 4 പവന്റെ സാധനമാ. എന്റെ കല്യാണം ഉറപ്പിച്ചത് ദൈവമേ ആകെ കൂടെ ഉള്ളൊരു സമ്പാദ്യമായിരുന്നു. മാല മര്യാദക്ക് എടുത്തോ, ഇല്ല എന്റെ സ്വഭാവം മാറും. എന്റെ കല്യാണം മുടങ്ങുന്ന ആ മാല ഇല്ലെങ്കിൽ എന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാ. ആ മാല വയറ്റി കിടക്കുമല്ലേ, ഈ കല്യാണം മുടങ്ങുമല്ലേ? ആ ഉറപ്പായിട്ടും. എന്തായാലും എന്റെ കല്യാണം ഓൾറെഡി മുടങ്ങി, അതിന് ഇയാടെ മുടങ്ങും. അതിനുമ്പോ ഞാനങ്ങ് കെട്ടിയാ പോരെ? ാലിയുമായി വരും നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണിപ്പൊയ്. എന്താ ജോലി ചേട്ടന്റെ? ഡബിങ്. സിനിമയിലൊക്കെ ഡബ് ചെയ്യുന്നാളാ? ഇല്ല ടാപ്പിങ്. അവൻ പറഞ്ഞവ എന്തെങ്കിലും ഗുമ്മിട്ടേ പറയൂ. അതല്ല ടാപ്പിംഗ്, ഞാൻ ഈ ടാപ്പിംഗ് ജോലി നല്ല ശമ്പളമുണ്ട്. ഒരു കല്യാണം മുടക്കിയ പാടെ എനിക്കറിയാം. 5 മിനിറ്റ് അടുത്ത കല്യാണം സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇത് മുടക്കാൻ വന്നേക്കല്ലേ? കുട്ടി ഇങ്ങോട്ട് വരൂ, എനിക്ക് രഹസ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പറയട്ടെ. അന്നാ കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചേട്ടനെ കെട്ടിയാ മതി. ആണെന്ന് എന്നെ കെട്ടിയാ മതി. ആരെ കെട്ടിയാ മതി? എന്നെ കെട്ടിയാ മതി എന്ന്. അപ്പൊ ഇത്ര നേരം എന്നെ കെട്ടാന്ന് പറഞ്ഞിട്ട് അതൊന്നും പറയാ. എന്റെ പൊന്നനി ആ ചേട്ടത്തിയമ്മ പറയുന്ന നീ കേക്ക്, മനസ്സിലാക്ക്. ചേട്ടത്തിയമ്മയോ? എന്ത് കൂടോത്രോടോ ആ കൊച്ചിന് ചെവി നീ പറഞ്ഞു കൊടുത്തത്? അറിഞ്ഞുകൂടെ ഡാർലിങ് അങ്ങോട്ട്. അതൊന്നുമില്ല. ഇപ്പൊ ഞാൻ 4 പവന്റെ സാധനം അകത്ത് കിടക്കുന്നത്. നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് തരത്തില്ല. ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില അനുസരിച്ചിട്ട് എത്ര കോടി രൂപയുടെ മുതലാ കിടക്കുന്നത്. അപ്പൊ ഞങ്ങള് കെട്ടുന്നതല്ലേ നല്ലത്? അത് കൊള്ളാം. നിമിഷം നേരം കൊണ്ട് അവളങ്ങ് വാക്ക് പറ്റി. അപ്പൊ അവനെ കാട്ടി കൂടുതൽ സ്വർണ്ണം എന്റെ ഉണ്ടായിരുന്നു, എന്നെ നീ കെട്ടുവായിരുന്നല്ലോടി. അത്രേ ഉള്ളൂ. വേറെ ആരെങ്കിലും കൂടുതൽ പൈസ കൊണ്ടുവന്നെങ്കിൽ ഇവൾ അങ്ങോട്ട് പോകും. അനിയാജയ ഇതൊരു വ്യവസ്ഥ ഇല്ലാത്ത പെണ്ണാണ്. എടാ ഇതിനെ കെട്ടണേനേക്കാളും നല്ലത് നമ്മളെ പോലെ കെട്ടാതെ അങ്ങ് ജീവിക്കണേണ് നല്ലത്. അപ്പൊ എന്റെ മാലയോ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? എന്തോതിന്? 1.5 കിലോ പഴമാണ് അടിച്ചു കയറ്റിയത്. ദാ വരണം. ചേട്ടാ, മാളു, സുധീഷ് ചേട്ടാ, സ്വർണ്ണമാലയുടെ കാര്യം എന്തായി നമുക്കറിയില്ല. ഇവിടെ നിന്നല്ലോ പഞ്ച് ഇന്ന് അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നേരെ കാര്യക്കാരിലേക്ക് പോവാം. ഷാജി ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? നല്ല എനർജി ഉണ്ടായിരുന്നു, രസമായിട്ട്. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ വന്നപ്പോൾ ഇവരുടെ സ്കിറ്റുകൾ കണ്ടിട്ടുള്ളതാ. നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ആർട്ടിസ്റ്റുകളാണ്, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷെ കുറച്ച് കൗണ്ടറുകളുടെ ചെറിയ കുറവുകൾ തോന്നി. ടോട്ടൽ ഒരു നല്ല എനർജിയുള്ള സ്കിറ്റായിരുന്നു. ചേട്ടാ, ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റുകളൊക്കെ വരുമ്പോ മാളുവിന്റെ പെർഫോമൻസിനെ കൽപ്പന ചേച്ചിയുടെ പെർഫോമൻസ് ആയിട്ടാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. ആരാ മാളു അത് പറഞ്ഞെന്ന്? മേനക മാം. യെസ്, പറയാറുള്ളതാണ്. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന റൂട്ട് 3 പേരും പെർഫോമൻസ് ആയിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. ഗംഭീരമായിട്ട് തന്നെ 3 പേരും ചെയ്യുന്നത്. ഞാൻ ഒരാളുടെ മാത്രമേ കാണാത്തുള്ളൂ, ബാക്കി 2 പേരും പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. താങ്ക് യു ചേട്ടാ. ബിജു വർഗീസ്, സുധീഷ്, മാളു ഒരു എന്താ പറയുക, സ്വർണ്ണമാല വിഴുങ്ങിയ ഒരു സ്കിറ്റാണ് ചെയ്തത്. സാധാരണ നിങ്ങൾ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ആ സ്കിറ്റ് ചെയ്ത് നമ്മൾ പറയും വേദി വിഴുങ്ങുക എന്ന് പറയും. അത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ, യാതൊരു സംശയമില്ല. പക്ഷേ ഇന്നത്തതിൽ നമ്മൾ പ്രതീക്ഷിച്ച കൗണ്ടറുകൾ വളരെ കുറവായിരുന്നു. നിങ്ങളെടുത്ത ആശയത്തിന് നല്ല ഐഡിയ, നല്ലൊരു ആശയം വരാം. നമ്മളത് പ്രതീക്ഷിച്ചു, നല്ല ചിരി നമ്മൾ പ്രതീക്ഷിച്ചു, തുടക്കം മുതലൊക്കെ വന്നു. പക്ഷേ പിന്നീടത്ത് നിങ്ങൾ കോമ്പിനേഷൻ കഴിഞ്ഞ് മാളു എൻ്ററായി. നിങ്ങൾ പെർഫോമൻസ് ബേസിലല്ല ഞാൻ പറയുന്നത്, കൗണ്ടറുകൾ വളരെ കുറവായിപ്പോയി. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന പോലൊരു പ്രതീതി, ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നു, അതിനകത്ത് ചിരിക്കാനായിട്ടുള്ള ഒന്നും നമ്മൾ കണ്ടില്ല. നിങ്ങളിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്. എന്താ പറ്റുക, വർക്ക് ചെയ്യാൻ സമയം കിട്ടാത്തതാണോ? ടൈം ഉണ്ടായിരുന്നു. ആദ്യം വേറൊരു സ്കിറ്റ് പ്ലാൻ ചെയ്ത് മാറ്റിയതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കണം. ഓൾ ദ ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു ചേട്ടാ. നസീർക്ക? അല്ല, എല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണല്ലോ ഒരു നല്ല സ്കിറ്റായി മാറുന്നത് അല്ലേ. ഇതിൻ്റെ അകത്തിപ്പം നല്ല ത്രെഡാണ്, നല്ല ആക്ടിംഗ് ആണ്, പിന്നീട് വേണ്ടത് നമുക്ക് ചിരിയാണ്. ആ ഒരു ഏരിയയിലാണ് നമുക്ക് ക്ഷാമം വന്നത്. അത് ഒരു ക്ഷാമം തന്നെയാണ്. പിന്നെ നല്ലൊരു കാരണമാണ് തിരഞ്ഞെടുത്തത്. കാര്യം ഈ ജ്വല്ലറിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാറുണ്ട് സ്വർണം, ആവശ്യത്തിന് വേണ്ടി കൊടുക്കും, ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ആ കാരണമൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മെനക്കെട്ടിരുന്നിരുന്നെങ്കിൽ, കുറച്ച് സാധനം കൂടെ ചേർത്ത് കുറച്ചുകൂടെ ടെമ്പോയിൽ ചെയ്തിരുന്നെങ്കിൽ സാധനം അങ്ങ് വിറ്റുപോയത്. കാര്യം അത്ര സീരിയസ് ആയൊരു മാറ്ററാണ് നടക്കുന്നത്. നമ്മുടെ തുടക്കം മുതലുള്ള ആർട്ടിസ്റ്റുകളല്ലേ, അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് നമ്മൾ പറഞ്ഞിട്ട് കഥയില്ല. 10 പ്രാവശ്യം ശ്രമിക്കുക. ഓക്കെ.
ഓൾ ദ ബെസ്റ്റ്. സോ നമ്മുടെ കാര്യക്കാർ കാര്യമായിട്ട് തന്നെ അവരുടെ കമന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം. ഇക്കെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു 5000 രൂപ കൊടുക്കുകയാണ്. 5000. ഓക്കെ, ഷാൽ ചേട്ടാ? ഞാനൊരു 5000. 10000 ആയിട്ടുണ്ട് ഇപ്പൊ. ഇനി പ്രചോദേട്ടാ? ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കണം. ഇപ്രാവശ്യത്തെ ഞാൻ സ്ക്രീനിലോട്ട് ഇട്ട് തരാണ്. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക. ഒരുപാടധികം പഞ്ചസ് അടിച്ച് ഭയങ്കരമായിട്ട് ടാലന്റ് തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് 3 പേരും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. കൂടുതൽ ചിരികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.